ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു 10 മിനിറ്റ് പോലും വേണ്ട അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിനേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിങ് തയ്യാറാക്കണം. വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബൗളുണ്ടല്ലോ, കുറച്ച് വിസ്താരമുള്ള ബൗളാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് നമുക്ക് നമ്മളെ സൗകര്യപൂർവ്വം തന്നെ ഇതിൽ മുക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇത് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയാണ്, ഏകദേശം ഒരു അരക്കപ്പൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ക്യാബേജ് എടുക്കാം കേട്ടോ. ഇനി അതേ അളവിൽ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ ഗ്രീൻ കളറുള്ള ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെടുക്കാം. യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെ കുറേയൊക്കെ ഇല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. ക്യാപ്സിക്കം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും, നല്ല സോഫ്റ്റ് അല്ലേ, അപ്പോൾ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില വേണം, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിവിടെ സവാള അധികം ചേർക്കണില്ല, കാരണം മോൾക്ക് സവാളയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല. സവാള നിങ്ങൾക്ക് ആ ക്യാരറ്റൊക്കെ ചേർത്ത അളവില്ലേ, അതേ അളവിൽ തന്നെ ചേർക്കാം. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല ഫൈനായിട്ട് ചതച്ചെടുത്തതാണ്. ഇതൊരു 1.5 ടീസ്പൂൺ ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് 2 മുട്ട മതിയാവും. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവും കൂട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ 2 എണ്ണം ചേർത്ത് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3ാമത്തെ കോഴിമുട്ട ചേർത്താൽ മതി. ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല, കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കാരണം കുട്ടികൾ കൂടി കഴിക്കുന്നതായതുകൊണ്ട് എരിവ് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. വലിയ ആൾക്കാർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മുളക് പൊടി ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കുക. ഇത് പിരിയമുളകിൻ്റെ പൊടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല കളറ് കിട്ടും. ബ്രെഡ് പൊടിച്ചെടുക്കുമ്പോഴേ നല്ല കളറായിരിക്കും. ഇനി ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഏത് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇത് 1.5 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണും പിന്നെ കുറച്ചും കൂടി. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർക്കുന്നത് ഇതിന് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ ഈ ചേർത്ത ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി, പക്ഷെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ മിക്സിങ്ങിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കാൻ പോണത്. ബ്രെഡ് ഞാൻ കട്ടൊന്നും ചെയ്യണില്ല, അങ്ങനെ തന്നെയാണ് മുക്കിയിട്ട് പൊരിക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുവിൽ കൂടെ കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹാർട്ട് ഷേപ്പിലൊക്കെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ അരികു മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ടും എടുക്കാം. ഏകദേശം ഒരു 4-5 ബ്രെഡൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാൻ വെച്ചിട്ട്, ഞാൻ ദോശ ചുടുന്ന പാനാണ്, പരന്ന ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം നമുക്ക്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബട്ടറാണ് ബെസ്റ്റ് ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ബട്ടർ കുഴപ്പമില്ല, ബട്ടറിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ പാനിൽ കുറച്ച് ബട്ടർ ഇതുപോലെ പരട്ടി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് ഈ മിക്സിങ്ങിൽ മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് പരട്ടി കൊടുക്കാം. മിക്സിങ്ങിൽ മുക്കുമ്പോൾ ചിലപ്പോൾ എഗ്ഗ് മാത്രമേ ഇതിനകത്ത് കോട്ടാവുള്ളൂ. പിന്നെ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ അതിനകത്തുള്ള ആ പച്ചക്കറിയോ എല്ലാം കൂടിയിട്ട് ഈ ബ്രെഡിൻ്റെ മേലെ പ്ലേസ് ചെയ്താൽ മാത്രമേ അങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ മേലെ പുരട്ടി വെച്ച ശേഷം നമുക്ക് പാനിലേക്ക് വെക്കാം. 2 സൈഡിലും കറക്റ്റായിട്ട് വെജിറ്റബിൾസ് ഇങ്ങനെ പിടിച്ചിരുന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗ് മാത്രമേ ഇതിൽ കോട്ടാവുള്ളൂ. ഞാൻ തീ ഏറ്റവും കുറവിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, കാരണം ഈ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണ്ടേ. പിന്നെ വളരെ ചെറുതായിട്ടല്ല നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ചെറു തീയിൽ വെക്കുക കേട്ടോ. ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. തീ ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും, ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് 4 ബ്രെഡും ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കാം. 2 സൈഡും മൊരിഞ്ഞു വരുമ്പോൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് പോലും നമുക്ക് വേണ്ട. ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കുറച്ച് അധികം എടുക്കണത്. ബാക്കിയെല്ലാം നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.